ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയും ചിക്കൻ കറിയെ വെല്ലുന്ന ഉരുളക്കിഴങ്ങ് കറിയുമാണ്. ഞാൻ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ മുഴുവനായിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ തൊലി ഉരിച്ച് ഇങ്ങനെ ഇതാക്കുകയാണ് ചെയ്യുന്നത്, പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറി വയ്ക്കാനുള്ള പ്രിപ്പറേഷനിലോട്ട് പോവാം. ആദ്യം നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമ്മൾ നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, നമ്മളിവിടെ അംഗസംഖ്യ കൂടുതലായതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. സവാള എടുത്ത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതിന് ശേഷം പച്ചമുളകും തൊണ്ടമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ആ ഒരു പച്ചമണം മാറുന്നത് വരെ വശക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സ്പേസ് ഇങ്ങനെ മാറ്റി ആ സ്പേസ് ഉണ്ടായെടുത്ത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം മാത്രം ഈ സവാളയും എല്ലാം കൂടെ ആയിട്ട് ഒരുമിച്ചിട്ട് വശക്കാൻ പാടുള്ളൂ. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് മൊത്തത്തിലൊന്ന് വശക്കിയെടുക്കാം. കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ അതാ നമ്മുടെ പാകമായിട്ടിരിപ്പുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി ഇട്ട് നന്നായിട്ട് വശക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പൂരിയുടെ മാവൊക്കെ ഒന്നിങ്ങനെ കുത്തിയും ഇതൊക്കെ ആയിട്ട് നോക്കിയായിരുന്നു. നല്ല സൂപ്പറായിട്ടിരിപ്പുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല നമ്മളുടെ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വശക്കിയതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്കിടാം. ഇത് എളുപ്പമാണ് കേട്ടോ. തൊലി ചെത്താനും പാടില്ല, ഒന്നും പാടില്ല, പെട്ടെന്ന് ഇതാക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം, ഇവിടെ നമുക്ക് 7-8 പേരുണ്ട്, അപ്പം കുറച്ച് വെള്ളം ചാറായിട്ട് വേണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊഴിച്ച് ഇങ്ങനെ മിക്സാക്കി എടുക്കാം. കണ്ടോ, ഇപ്പോൾ കറക്റ്റ് പരിവായി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ കറി ഇങ്ങനെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. പതുക്കെ പൊങ്ങി വരുന്നുണ്ട്. തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് മല്ലിയിലയിട്ട് ഒന്ന് മിക്സാക്കാം. അപ്പോഴേക്ക് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ പൂരി ഉണ്ടാക്കിയായിരുന്നു. ഞാൻ പൂരി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നെക്സ്റ്റ് ടൈം ഇടാം കേട്ടോ. ഞാൻ വെറും പച്ചവെള്ളത്തിലാണ് പൂരിയുടെ മാവൊക്കെ കുഴയ്ക്കുന്നത്, ചൂടുവെള്ളമൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കറിയുടെ ആ ഒരു മണമൊക്കെ അടിച്ചപ്പോൾ ഞാൻ കുറച്ച് ചോറ് അതിൻ്റെ ഇടയിൽ കൂടെ കഴിച്ചായിരുന്നു. അങ്ങനെ നമ്മുടെ മാവ് കണ്ട നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ഞാൻ പൂരിയും ഉണ്ടാക്കി. കണ്ടോ, പൂരി നല്ല സൂപ്പർ പൂരിയാണ്. അങ്ങനെ ഞാൻ തന്നെ ആദ്യം ഉദ്ഘാടനമായിട്ട് 4-5 പൂരിയും കറിയും കൂടെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് സബ്ബാക്കുക. പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതാണ് നമ്മുടെ കറി. കണ്ടോ, നല്ല സൂപ്പർ കറിയില്ലേ? കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കറിയായിട്ട് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു ഗൈസ്.